അവരുടെ പൂർണ്ണ അനുമതിയോടുകൂടിയാണ് അതിൽ ചോദിച്ചിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ അവരോട് ചോദിച്ചിരിക്കുന്ന രീതി അവർ പ്രത്യേകം പറഞ്ഞു. അരഗന്റ് ആയിട്ട് തന്നെ ചോദിക്കണം, ചുമ്മാ വെറുതെ ഇങ്ങനെ പേടിച്ച് വിറച്ച് കൊഞ്ചിക്കൊടഞ്ഞ് ചോദിക്കുന്ന താല്പര്യമില്ല. ഞാൻ ആയതുകൊണ്ടാണ്, ഈ ഒരു ഷോ ഹോട്ട് സീറ്റ് ആയതുകൊണ്ട് മാത്രമാണ് രേണുസുതി മൈൽ സ്റ്റോണിലേക്ക് വന്നതെന്ന് അവരുടെ അണിയറ പ്രവർത്തകരോട്, അതായത് പ്രൊഡക്ഷൻ ടീമിനോടും മറ്റു ടീമുകളോടും, ഇതിലാരാണോ ഇത് നടത്തുന്ന അധികാരികൾ അവരോട് രേണുസുതി അറിയിച്ചിരുന്നു. ഇനി എത്രയൊക്കെ വന്നിരുന്ന് ന്യായീകരിച്ചെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ ചെയ്ത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അത് പ്രശ്നമാവുമെന്ന് അറിഞ്ഞ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇതേ കണക്ക് വന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചെയ്തതാണ്, അല്ല നിങ്ങൾ വിചാരിക്കുന്ന കണക്കൊന്നുമല്ല, ഞങ്ങളിത് ചെയ്യുന്നതിന് മുമ്പ് ചിരിച്ചുകൊണ്ടൊക്കെയാണ് ഇൻ്റർവ്യൂ എടുത്തത്. അത് കഴിഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് ബായിയൊക്കെ പറഞ്ഞാണ് വിട്ടതെന്ന് പറഞ്ഞിട്ട് ഇനിയൊന്നും കാര്യമില്ല. ഇവർക്കെതിരെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസ് ആ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുണ്ടായിരുന്നു. രേണുസുതിയെ സപ്പോർട്ട് ചെയ്യാത്തവർ വരെ ആ ഒരു ഇൻ്റർവ്യൂ സമയത്ത് രേണുസുതിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർക്കെതിരെ നെഗറ്റീവ് കമൻസ് വന്നതോടെ ഇവർ പ്ലേറ്റ് അങ്ങ് മാറ്റി, ഞങ്ങൾ ഒരുമിച്ചാണ്, ഞങ്ങൾ പ്ലാൻ ചെയ്താണ് എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞു. ഇനി എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. ചിലപ്പം ഇവർ പറയുന്നതിലും സത്യം ഉണ്ടായിരിക്കും, അറിയാൻ വയ്യ. പക്ഷെ അത് രേണുസുതി പറയാതെ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇവരെന്തേലും വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇവർ കുറേയധികം ഇൻ്റർവ്യൂ ഇതേ കണക്ക് എടുത്തിട്ടുണ്ട്. കുറേയധികം സെലിബ്രിറ്റീസിനെ എല്ലാം വിളിച്ചിരുത്തിയിട്ട് വേണ്ടാത്ത ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിനെന്തെങ്കിലും ഒരു പൊട്ടിത്തെറിക്കുക എന്തെങ്കിലും ചെയ്ത് അത് കണ്ടൻ്റ് ആക്കുക. അതാണ് ഇവരെ മെയിനായിട്ടുള്ള പരിപാടി. ഇവരെ രേണുസുതി വിളിച്ച സമയത്ത് രേണുസുതി എല്ലാവരും നെഗറ്റീവ് പറഞ്ഞു വെച്ചേക്കുവാണ്. എല്ലാവർക്കും നെഗറ്റീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് രേണുസുതിയിലുള്ളത്. ഇതുകൊണ്ട് തന്നെ ഇവർ വിളിച്ച് എന്തെങ്കിലും പ്രൊവോക്ക് ചെയ്യാം, ഇവർ പ്രൊവോക്കാവും. ആ സമയത്ത് ഒരു വലിയ കണ്ടൻറ്റ് കിട്ടും, അത് വെച്ച് വ്യൂസ് ഉണ്ടാക്കാമെന്ന് വെച്ചു. പക്ഷേ പ്രശ്നം പറ്റിയത് രേണുസുതി കറക്റ്റായിട്ടുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്തു. ഇവർക്കെതിരെ നേരെ എല്ലാവരും കമൻറ്റ് ബോക്സിൽ വന്ന് നെഗറ്റീവ് കമൻറ്റ്സ് ഇടുകയും ചെയ്തു. ഇത് അറിഞ്ഞ ഉടനെ തന്നെ ഇവർ പ്രശ്നമായപ്പം വീഡിയോ ഇടുന്നു, നിങ്ങളെല്ലാവരും മണ്ടരാണ്, ഞങ്ങളിത് പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം. ഇനി എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി, നിങ്ങൾ വിചാരിച്ച രീതിയിലല്ല വന്നത്, നിങ്ങൾക്കെതിരെ നെഗറ്റീവ് വരുമെന്നും വിചാരിച്ചില്ല, അത് വന്ന് അപ്പോഴാണ് ഇങ്ങനത്തുള്ള ഓരോ കഥയായിട്ട് വന്നേക്കുന്നത്. ഇതുകൊണ്ട് ഇനി വന്നിട്ട് കാര്യവുമില്ല.